ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കണവ വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ആണെങ്കിൽ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടെ വേണം. അത് ഞാൻ എടുത്തുകൊണ്ട് ഇപ്പം വന്നില്ല, ഫ്രിഡ്ജിൽ ഇരിക്കുന്നേ ഉള്ളൂ. അതും കൂടെ നമുക്ക് എടുത്ത് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ചതച്ച് കൊണ്ടുവരാം. പിന്നെ അപ്പോഴത്തേക്ക് മീനും കൂടെ എന്നിട്ട് വെട്ടി വെക്കാം, അല്ലെങ്കിൽ കറണ്ട് പോകും. അതുകൊണ്ടാണ് മുമ്പേ അതങ്ങ് ചെയ്തു വെച്ചത്. ഇവിടെ ഇപ്പോൾ എപ്പോഴും മഴ ആയതുകൊണ്ട് കറണ്ട് കട്ടാ. അപ്പം പിന്നെ മീനെല്ലാം വെട്ടി മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ചു. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടു പൊട്ടി വന്നപ്പോഴത്തേക്ക് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഉള്ളി കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം, ഒന്ന് വഴട്ടാൻ വേണ്ടിയിട്ടേ തോരന്. അതൊന്ന് വഴട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വാടാൻ വെച്ചു. അത് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ, കരിയാപ്പിലയെല്ലാം കൂടെ അരച്ചു കൊണ്ടുവന്ന് ആ അരപ്പ് കൂടി ഈ ഉള്ളി വാടി വന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വലിയുമ്പോഴത്തേക്ക് ഇച്ചിരി പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ സ്വല്പം കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ആ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിനകത്തോട്ട്. ആ അരപ്പ് അവിടെ കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് മീനെല്ലാം കഴുകിക്കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്തോട്ട് ചെറു കഷ്ണങ്ങളാക്കി അരിയണമായിരുന്നു. അരിഞ്ഞ് അത് കൊണ്ടുവന്ന് കഴുകി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇളക്കി അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം. ഇപ്പോൾ ഇത് വലിയ കഷ്ണമായിട്ടിരിക്കുമെങ്കിലും അതാണെങ്കിൽ തിളച്ച് വേവുമ്പോൾ അതങ്ങ് ചുരുങ്ങും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തോരനെല്ലാം ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് പിന്നെ ചോറുണ്ണാൻ നേരം ഉപയോഗിക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു തോരനാണ്. നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.